തമിഴ്നാട് ഗവർണർക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. മന്ത്രിയെ തിരിച്ചെടുക്കാനാകില്ലെന്ന് ഗവർണർക്ക് എങ്ങനെ പറയാനാകുമെന്നും പൊന്മുടിയുടെ ശിക്ഷ സ്റ്റേ ചെയ്തതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഈ വിഷയത്തിൽ വലിയ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കോടതി ഇതിനെ സമീപിക്കുന്നത്? പൊന്മുടിക്കെതിരായിട്ടുള്ള ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയായിരുന്നു കെ പൊന്മുടിയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ തമിഴ്നാട് ഗവർണർ RN രവി തയ്യാറായിരുന്നില്ല. പൊന്മുടി മന്ത്രിയാകാൻ യോഗ്യനല്ല എന്നൊരു നിലപാടാണ് തമിഴ്നാട് ഗവർണർ സ്വീകരിച്ചത്. ഇതിനെതിരെയായിരുന്നു തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ ഇന്ന് പരിഗണിച്ച സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് തമിഴ്നാട് ഗവർണർക്കെതിരെ നടത്തിയത്. തമിഴ്നാട് ഗവർണർ സംസ്ഥാനത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച കോടതി കൃത്യമായി തന്നെ പറയുന്നത്, സുപ്രീം കോടതി നേരത്തെ തന്നെ കേസിൽ ഒരു വിധി പറഞ്ഞതാണ്, സ്റ്റേ നൽകിയതാണ്. അപ്പോൾ ആ സുപ്രീം കോടതി ഉത്തരവ് മറികടന്നുകൊണ്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ ഗവർണർക്ക് ആരാണ് അധികാരം നൽകിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഗവർണർ ഭരണഘടനാപരമായാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്, ഭരണഘടനാപരമായിട്ടാണ് ഗവർണർ പെരുമാറേണ്ടത്. അത്തരമൊരു ഉത്തരവിടാൻ കോടതിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ട സാഹചര്യമില്ല. പക്ഷെ കോടതി അത്തരമൊരു ഉത്തരവിടുന്നതിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കരുത് എന്നൊരു താക്കീത് കൂടി നൽകിക്കൊണ്ട് നാളെ തന്നെ ഗവർണർ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് കോടതിയെ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിഷ്ണു, ദയവായി തുടരുക. വിഷ്ണു തലവൂരാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി SBI. ആൽഫ ന്യൂമറിക്കൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കൈമാറിയത്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് SBI വിവരങ്ങൾ കൈമാറിയത്. വിഷ്ണു തലവൂർ തുടരുന്നുണ്ട്. വിഷ്ണു, കോടതി അന്ത്യശാസനം നൽകിയിരുന്നു ഈ സമഗ്ര വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എല്ലാ വിവരങ്ങളും നൽകിയെന്നതാണോ SBIയുടെ വാദം? ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് സുപ്രീം കോടതി SBIക്ക് സമയം നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൈമാറണമെന്നതായിരുന്നു കോടതി നിർദ്ദേശം നൽകിയത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നതാണ് SBI അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലവും ഇപ്പോൾ SBI സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിലും SBI പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നതാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആൽഫ ന്യൂമറിക്കൽ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നതാണ് SBI സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ വിവരങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കേണ്ടി വരും. കാരണം നേരത്തെ തന്നെ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് തടയാനായിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടാനായിട്ടുള്ള പല ശ്രമങ്ങളും നമ്മൾ കണ്ടതാണ്. അതൊക്കെ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി കർശനമായി തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും വിവരങ്ങൾ പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ ആരൊക്കെയാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം നൽകിയത് എന്നതിൽ ഒരു വ്യക്തത വരും. പ്രത്യേകിച്ച് വലിയ തലത്തിലുള്ള ഒരു പണത്തിന്റെ ഇടപാടാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി നടന്നിട്ടുള്ളത്. അതിൽ പല വിവാദ കമ്പനികളും പ്രത്യേകിച്ച് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനികൾ ഉൾപ്പെടെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങുകയും അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ആർക്കൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് കൈമാറിയത് എന്നതിലൊരു വ്യക്തത ഈ കണക്കുകൾ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി വരും.